ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാ യാത്രകളും സുന്ദരമാണ്. പക്ഷേ വനത്തിനുള്ളിലൂടെയുള്ള ഒരു യാത്ര നമുക്കൊരു പ്രത്യേക അനുഭൂതി തന്നെ പകർന്നു നൽകുന്നു. ഇന്ന് നമ്മൾ പോകുന്നത് കുളത്തൂപ്പുഴയിൽ നിന്നും ആര്യങ്കാവിലേക്കാണ്. കുളത്തൂപ്പുഴയുടെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു. കുളത്തൂപ്പുഴയിൽ നിന്ന് ആര്യങ്കാവിലേക്ക് 40 മിനിറ്റിൻ്റെ ദൂരമാണുള്ളത്. ഈ യാത്രകളൊക്കെ തന്നെ നിബിഡ വനപ്രദേശത്തിനുള്ളിലൂടെയാണ്. കോടമഞ്ഞിൻ്റെ തണുപ്പും കാടിൻ്റെ സൗന്ദര്യവും ഒക്കെ ആസ്വദിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ബോർഡുകൾ നമുക്ക് ചെറിയൊരു ഉൾഭീതി ഉണ്ടാക്കും. അതായത് കാട്ടുമൃഗങ്ങൾ ഇറങ്ങാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കുക എന്ന്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും ഈ യാത്ര, വനത്തിലൂടെയുള്ള യാത്ര എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അത് തുടങ്ങുമ്പോഴുള്ള അത്ര ആവേശമൊന്നും എനിക്ക് പിന്നെ ഇല്ല. സ്വല്പം ഒന്ന് പേടിച്ചിട്ടൊക്കെയാണ് ഞാൻ ഇരിക്കാറ് പതിവ്. തമിഴ്നാട് ബോർഡറാണ്. കൊല്ലത്തു നിന്നും ഒരു 73 കിലോമീറ്റർ, പുനലൂരിൽ നിന്നാണെങ്കിൽ 33 കിലോമീറ്റർ, ഇവിടുന്ന് ഒരു 21 കിലോമീറ്റർ കഴിഞ്ഞാൽ തെങ്കാശി എത്തും. അങ്ങനെ തമിഴ് ആചാരങ്ങളാണ് കൂടുതലും ഈ ക്ഷേത്രത്തിൽ പിന്തുടരുന്നത്. അപ്പോൾ ക്ഷേത്രത്തിന് അടുത്തെത്തി. പക്ഷേ ക്ഷേത്രം റോഡിൽ നിന്നും കുറച്ചൊന്ന് താഴോട്ടാണ്. അപ്പോൾ പടിക്കെട്ടുകൾ ഇറങ്ങി വേണം നമുക്ക് അങ്ങോട്ടേക്ക് എത്താൻ. നല്ല മഴയുണ്ട്, എങ്കിലും നമുക്ക് ക്ഷേത്രത്തിനുള്ളിലേക്ക് പോകാം. ക്ഷേത്രമെത്തി. ആര്യങ്കാവ് അയ്യനാണ്. ആര്യൻ എന്നാൽ യുവാവായ ശാസ്താവാണ് ഇവിടെ കുടികൊള്ളുന്നത്. ബാലശാസ്താവാണ് കുളത്തൂപ്പുഴയിൽ. അപ്പോൾ നോക്കൂ, ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലും പരിസരവുമാണ് നമ്മളീ കാണുന്നത്. ഒരു പ്രത്യേക നിർമ്മിതിയാണിത്. ഇത് തൃക്കല്യാണ മണ്ഡപം. ഇതിനെപ്പറ്റി ഒരു ഐതിഹ്യമുണ്ട്. പണ്ട് ഒരു വ്യാപാരി പാണ്ഡ്യനാട്ടിൽ നിന്നും തൻ്റെ മകളുമായി രാജാവിനെ കാണുവാൻ എത്തുകയും സമയം താമസിച്ചതുകൊണ്ട് ഇവിടെ ക്ഷേത്രത്തിലെ പൂജാരിയെ തൻ്റെ മകളെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം യാത്ര തുടർന്നു. പക്ഷേ വഴിമധ്യേ കാട്ടാനകളുടെ ആക്രമണം ഉണ്ടായപ്പോൾ എൻ്റെ ആര്യങ്കാവ് അയ്യപ്പ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയും അപ്പോൾ അവിടെ ഒരു മലയരയൻ പ്രത്യക്ഷപ്പെട്ടു എന്നും അദ്ദേഹത്തെ ആനകളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷിച്ചുവെന്നും പാരിതോഷികമായി രാജാവിന് കൊടുക്കുവാൻ കൊണ്ടുവന്ന നീലപ്പട്ട് അദ്ദേഹം ആ മലയരയന് കൊടുത്തു എന്നും പറയപ്പെടുന്നു. പിറ്റേന്ന് രാവിലെ ക്ഷേത്രത്തിലെത്തി അദ്ദേഹം ശ്രീകോവിലിനുള്ളിലേക്ക് നോക്കിയപ്പോൾ താൻ കൊടുത്ത നീലപ്പട്ട് അവിടെ വിഗ്രഹത്തിൽ ചുറ്റിയിരിക്കുന്നത് കണ്ടു. അപ്പോൾ ആണ് അത് ശാസ്താവായിരുന്നു ആ മലയരയൻ എന്ന് മനസ്സിലാകുകയും തൻ്റെ മകളെയും അവിടെ സമർപ്പിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ആ മകൾ ഈ വിഗ്രഹത്തിൽ വിലയം പ്രാപിച്ചു എന്നും വിശ്വസിക്കപ്പെടുന്നു. നോക്കൂ, അച്ചൻകോവിൽ ആറിൻ്റെ തീരത്താണ് ഈ ക്ഷേത്രം. നിബിഡ വനമാണ് എന്ന് നേരത്തെ തന്നെ പറഞ്ഞല്ലോ. ആറ്റിൻ തീരത്തൊരു കൂവളവും അതിന് ചുറ്റിൽ ഗണപതി വിഗ്രഹവും ഉണ്ട്. നോക്കൂ, ഇതാണ് ശ്രീകോവിൽ. അഞ്ജനഭാഷണം എന്ന കല്ലുകൊണ്ടാണ് വിഗ്രഹം നിർമ്മിച്ചിരുന്നത് ആദ്യം. പിന്നീടാണ് പഞ്ചലോഹ വിഗ്രഹമായത്. പ്രളയത്തിൽ ആദ്യം മൂലവിഗ്രഹം 108 കഷ്ണങ്ങളായി പൊട്ടിപ്പോയപ്പോൾ അത് എല്ലാം ചേർത്തൊരു പെട്ടിയിലാക്കി ആരാധിക്കുന്ന പതിവും. തിരുക്കല്യാണം ഇപ്പോഴും ഇവിടെ ആചരിക്കുന്നു. എല്ലാ വർഷവും തമിഴ്നാട്ടിൽ നിന്ന് ഘോഷയാത്രയായി ഒരു വധുവിനെ അണിയിച്ചൊരുക്കി ഇവിടെ കൊണ്ടുവന്ന് ഒരു കല്യാണത്തിന് വേണ്ടുന്ന എല്ലാ ഒരുക്കങ്ങളും നടത്തുകയും വരനെ കാത്തിരിക്കുന്നു. കുറേ സമയം കഴിഞ്ഞ് പൂജാരി ഒരു ചുമന്ന തുണി കാണിക്കുന്നു, കല്യാണം നടക്കില്ല എന്ന്. മാമ്പഴത്തര ഭഗവതി ഇവിടെ വധുവിൻ്റെ രൂപത്തിലാണ്. ഉചിതമായ സമയത്ത് വിവാഹം ചെയ്തു കൊള്ളാമെന്ന് ശാസ്താവ് വാക്കുകൊടുത്തിരുന്നു എന്നും അതുകൊണ്ടാണ് എല്ലാ വർഷവും ഇത് ആചരിക്കുന്നതെന്നും പറയുന്നു. ഇത് കൂടാതെ ഇണ്ടലിയപ്പൻ കാവുണ്ട്. ഇണ്ടലുകളെ അകറ്റുന്ന ഭഗവത് സാന്നിധ്യം. നാഗരാജാവും നാഗയക്ഷിയുമുണ്ട്. കറുപ്പുസ്വാമിയും പത്നിയുമുണ്ട് അംഗരക്ഷകരായി. ഗജലക്ഷ്മിയുണ്ട്. ഇവിടെ ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്ന പതിവില്ല, കാരണം കാട്ടാനകളെ ഓടിച്ചുവിടുന്നതാണ് പണ്ട് തൊട്ടേയുള്ള രീതി. മണ്ഡലവ്രതക്കാലത്ത് ധാരാളം അയ്യപ്പന്മാർ ഈ 3 ക്ഷേത്രങ്ങളും തൊഴുതു മടങ്ങാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ആര്യങ്കാവിലെ വിശേഷങ്ങൾ. വീണ്ടും അച്ചൻകോവിലിൽ വെച്ച് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.